നമ പാർവതീ പതേ. ശ്രീ ശങ്കരനാമ സങ്കീർത്തനം.
സ്വാമി എന്തോ കൊള്ളായിരുന്നടാ. താങ്ക് യു. ചോദിക്കാം നമുക്ക്. ഹരിചേട്ടാ രസമായിട്ട് പാടി കേട്ടോ. Thank മൊത്തത്തിൽ you, sir. നല്ല വൈബായിരുന്നു. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുമെന്ന് പാടാവോ? അമ്പല സ്പീഡ് വേണ്ട, സ്ലോ സ്ലോ. നമുക്ക് സ്മൂത്ത് ആക്കടാ കുറച്ചുകൂടെ. മോനെ അമിതമായിട്ടുള്ള സ്പീഡ് വേണ്ട, അതിന് ക്ലാരിറ്റി ഇല്ലടാ. അമ്പലമില്ലാതെ അത് കഴിഞ്ഞ് ആൽത്തറയിൽ വാഴും. അതൊക്കെ ആൽത്തറയിൽ തരിരരാരേ. ആൽത്തറയിൽ വാഴും. ആ പിന്നെ പരബ്രഹ്മമൂർത്തി എല്ലായിടത്തും പിച്ച് ഔട്ടായിരുന്നു. പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. ഓ ചിറയിൽ. സ്ലോ സ്ലോ. എവിടെ ധൃതി? എന്തിനാ ഇത്രയും ലൗഡും ആവണ്ട. വൈ എന്തിനിത്ര റഷ് ചെയ്യുന്നത്? സമാധാനം. പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. ഓക്കെ. ചിത്തത്തിലോർത്തു ഭജിക്കുന്ന ശങ്കര. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര. ശങ്കര ശങ്കര നിത്യവും നിന്റെ നാമം. നിന്റെ നാമം. നാമം. അതൊക്കെ കുറച്ചൊന്ന് വലിച്ചു പാടിക്കൂടെ? ഒന്ന് കുറച്ച് ഇതൊരു എന്താ ഡിവോഷണൽ സോങ് അല്ലേ? അല്ലേ? സെലിബ്രേഷൻ സോങ് അല്ലല്ലോ. അപ്പം നമുക്കത് ആ ഒരു ഡിവിനിറ്റി വേണം പാടുമ്പം. നാമം ഓക്കെ. മോനെ അടപ്പുണ്ട്. സ്ട്രെയിൻ ചെയ്ത് ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത. ഓക്കെ. അപ്പൊ മോനെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഇത്തവണ വരികളൊന്നും തെറ്റിച്ച് പാടിയില്ല, ക്ലീൻ ആയിട്ട് ലിറിക്സ് പഠിച്ചു. പക്ഷെ എഴുതി തന്നത് പാളി. പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. അർജുൻ കർണാട്ടിക് ഇതിനു മുമ്പ് പാടിയിട്ടുണ്ടോ ഒരു സെമി ക്ലാസിക്കൽ? ഫസ്റ്റ് ടൈം അല്ലേ? സോ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. വെരി ഗുഡ്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. ഗുഡ്. താങ്ക് യു ഹരിചേട്ടാ. ശരത് സാർ മക്കളെ, എന്തോ നീ ഒരു ക്ലാരിറ്റി വേണോടാ പാടുമ്പോഴേ. ഇപ്പൊ അരിയെല്ലാം പാടിച്ചു, ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് പരബ്രഹ്മം പരബ്രഹ്മം അങ്ങനെ ആക്കുന്ന എന്തിനാന്ന് ഞാൻ ചോദിക്കുന്നു. പരബ്രഹ്മം ആ ബ്രാഹ്മ എന്നല്ല നമ്മൾ എഴുതുന്ന പരബ്രഹ്മമൂർത്തി. അല്ല, പരബ്രഹ്മ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അത്രേ ഉള്ളു. മീനാക്ഷിക്കാവുണ്ട്. മീനാക്ഷിക്കാവുണ്ട്. ആ, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി മക്കളെ. പിന്നെ ലാസ്റ്റ് ഈ കാമനെ തൊട്ടുള്ളതിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു നിനക്ക്. മൊത്തത്തിലൊരു തളർച്ച. പിന്നെ വയ്യാത്തോണ്ടായിരിക്കും കുഞ്ഞിനല്ലേ? അത്രേ ഉള്ളു കേട്ടോ ഭക്ത. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. അർജുൻ എന്തോ നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സർ. ഗുഡ്. ഇവർ രണ്ടുപേരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാര്യങ്ങൾ. ബാക്കി ഇറ്റ് വാസ് നൈസ്. ബാക്കി ഇവർ എല്ലാം പറഞ്ഞു. പക്ഷേ ഞാൻ എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ പ്ലാൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് റഷ് ചെയ്യുന്നു. എല്ലാ സംഗതിക്കും ഭയങ്കര അറ്റാക്കും. അത് നമ്മൾ കളക്റ്റീവായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്, എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അത് കുറച്ച് കൊണ്ടുവരണം കേട്ടോ. കാരണം ആ പാട്ടിൻ്റെ ഡൈനാമിക്സ് കംപ്ലീറ്റ് മാറുകയാണ്. ഓക്കെ, ഇതെല്ലാവരോടും പറയുന്നേ. ശ്രീഹരി, ഞാൻ എന്താ പറഞ്ഞത് കേട്ടല്ലോ? എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു ശ്രീഹരി. റഷ് അല്ലേ? എവിടെ ട്രാഫിക്കിൻ്റെ സംഗതികൾക്കും വാക്കുകൾക്കും അല്ലേ? കുറച്ചില്ലെങ്കിൽ സ്പീഡൊക്കെ കുറയ്ക്കാന്നല്ലേ പറഞ്ഞേ? അല്ല, ലാസ്റ്റ് ഒരെണ്ണം പറഞ്ഞാണ് കൺക്ലൂഡ് ചെയ്തത്. അതെ, ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയത്. മറ്റേ മലയുടെ കാര്യം പറഞ്ഞില്ലേ? അതെന്തായിരുന്നു? ഒരു മലയുടെ കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ? മലയുടെ കാര്യം ചോദിക്കുന്നു. പശ്ചിമ ശൈലഘട്ടം. അയ്യോ, ലാസ്റ്റ് അതന്നെയല്ലേ പറഞ്ഞേ? ലാസ്റ്റ് അതല്ല പറഞ്ഞേ. റഷ് കുറയ്ക്കാൻ തന്നെയല്ലേ പറഞ്ഞേ?
അത് വൈക പുറകുന്ന് പറഞ്ഞിരുന്നുണ്ട്, എന്നിട്ടും നീ കേൾക്കുന്നില്ല. വൈക കഷ്ടപ്പെടുമായിരുന്നു. വൈക കഷ്ടപ്പെടാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഇതാരും എന്താ കാണുന്നില്ല. വൈക പറഞ്ഞ വൈക എന്ന് പറ, ലൈക്ക് എന്തായിരുന്നു ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്? വൈക പുറകുന്ന് പറഞ്ഞെടുക്കുന്നുണ്ട്, അത് ആരും കാണുന്നില്ല. അത് അവളുടെ വിചാരം. എന്തായിരുന്നു പറഞ്ഞെന്ന് പറ. റഷ്യന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഞാനിപ്പോ എന്താ പറഞ്ഞു ചോദിച്ചു. അവക്കൊന്നും അറിഞ്ഞൂടാ. ഓ ആരെങ്കിലും ഒരാളൊന്ന് വൃത്തിക്ക് പറയാമോ? ഹരി. ആ അതെ ദിയ പറയും. ഹരി. ഭാഗ്യം, ആദ്യമായിട്ട് ഒരു പേര് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. മോളെ അതിന്റെ ഡൈനാമിക്സ് നഷ്ടം. Yes. Yes. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത റൗണ്ടിൽ ഞാനൊരു 0.1 എക്സ്ട്രാ തരികയാണ് ഈ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി. ഒരു 0.1 മാർക്ക് ഐ എം ഗിവിംഗ് യു. അത് ഓർമ്മിപ്പിച്ചോ കേട്ടോ, അവൻ തരും. ചോദിച്ചു എന്നെ മേടിച്ചോ മക്കളെ. ഓർമ്മിപ്പിക്കുന്ന ആരാണ്? ദൃശ്യല്ലേ? ധ്രുവ ധ്രുവ വീണ്ടും പോയി. ധ്രുവ മോളെ കേട്ടോ, ദിയ മോക്ക് 0.1 പ്ലസ്. ഓരോരുത്തരും ഞങ്ങൾ തരും. ഞങ്ങൾ 3 പേര് കേട്ടോ. 0.1, 0.1, 0.1. ഞങ്ങൾ എടുത്ത മാർക്ക് ഇട്ടിട്ട് ഞങ്ങൾ എന്നിട്ട് പറയും പ്ലസ് പറയും 0.1 ഫോർ ദിസ് സിൻസിയറിറ്റി. ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കുന്നതിനും സിൻസിയർ ആയിട്ട് ഇരിക്കുന്നതിനും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയും പാട്ടിന്റെ ഹോൾ ഡൈനാമിക്സ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കമ്പോസർ ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതിനൊരു സർട്ടൺ ഡൈനാമിക്സ് ഉണ്ട്. അപ്പോൾ ആ ലെവലിന്റെ മേലെ നിൽക്കുകയാണ് ഇത്. മേലെ നിൽക്കുക ഇൻ ദ സെൻസ് ഈ കുറേ അറ്റാക്കും കുറേ പ്ലാൻസും ഒക്കെ പറഞ്ഞിട്ട് പലതിനാണെങ്കിലും ഇപ്പോൾ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് വിഷയമില്ല, ഇത്രയൊന്നും സംസാരിക്കില്ല. പക്ഷെ ഇത് ക്ലാരിറ്റിയും ഇല്ല. ഏത് നോട്ടാണ് ഇങ്ങനെ കടകടാന്ന് പോയിട്ട് ഹിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ കേൾക്കാനും സുഖം ഉണ്ടാവും. മനസ്സിലായില്ലേ? നിനക്ക് പാടാനും ആക്ച്വലി സുഖം ഉണ്ടാവും. ഇത് കഷ്ടപ്പെടാന്ന് നീ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ആ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. അർജു എന്തോ മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു അർജുനെ? ഹരിച്ചിട്ട് തന്നത് ആ 8. അപ്പൊ ഇന്ന് 8.2. താങ്ക് യു സർ. കേട്ടോ. ഓക്കെ. ഷാനിക്ക അർജുൻ എന്തോ 8.1. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ മക്കളെ 8.4. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. 24.7 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സാറോ